ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 27-ാമത് വചനം. എൻ്റെ കാൽ നീ ആമത്തിലിട്ടു, എൻ്റെ നടപ്പൊക്കെയും കുറിച്ചു വയ്ക്കുന്നു, എൻ്റെ കാലടികളുടെ ചുറ്റും വര വരയ്ക്കുന്നു എന്നുള്ള പ്രസ്താവനയാണ്. ഭക്തനായ ഇയ്യോബ് ഓർപ്പിച്ചു പറയുന്നതായ പദങ്ങൾ, എൻ്റെ കാലുകൾ ആമത്തിൽ കിടക്കുന്നതുപോലെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുകയാണ് എന്ന് പറഞ്ഞാൽ, തനിക്ക് നേരിട്ടിരിക്കുന്നതായ പ്രതിസന്ധികളുടെ നടുവിൽ തനിക്ക് പുറത്തേക്ക് പോകുവാൻ കഴിയാത്ത തലത്തിൽ താൻ രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് തൻ്റെ ആ പ്രസ്താവനയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം 24-25 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് കാരാഗൃഹത്തിനകത്ത് ആക്കിയിരിക്കുകയാണ്. അവരെ അകത്ത് തടവിലാക്കി അവരുടെ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി എന്നോർപ്പിക്കുന്നുണ്ട്. അവർക്ക് എഴുന്നേൽക്കുവാൻ കഴിയാത്ത, നിൽക്കുവാൻ കഴിയാത്ത, പുറത്തേക്ക് പോകുവാൻ കഴിയാത്ത തലത്തിൽ അവർ ബന്ധനസ്ഥരായി തീർന്നിരിക്കുന്നു. അവർ കാരാഗൃഹത്തിനകത്ത് കാവൽ കാത്തുകൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ ആയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ കാരാഗൃഹത്തിനകത്ത് കാലുകൾ ആമത്തിൽ പൂട്ടിയിട്ടിരിക്കുന്ന പശ്ചാത്തലത്തിലും പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ടിടയായി തീർന്നു. ആ കാരാഗൃഹത്തിനകത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരികയും ആ ബന്ധനാവസ്ഥയിൽ നിന്ന് പൗലോസിനെയും ശീലാസിനെയും ദൈവം വിടുവിക്കുകയും ചെയ്തു എന്ന് നാം വായിക്കുന്നുണ്ട്. സമാനമായ മറ്റൊരു സാഹചര്യമാണ് ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്തുള്ളത്. താൻ കാരാഗൃഹത്തിനകത്തല്ല, തൻ്റെ കാലുകൾ ആമത്തിലിടപ്പെട്ടിട്ടില്ല, എന്നാൽ തൻ്റെ ശാരീരിക അവസ്ഥകൾ തനിക്ക് എഴുന്നേൽക്കുവാനോ നടക്കുവാനോ പുറത്തേക്ക് പോകുവാനോ ഒന്നും സാധിക്കാതെ പൂർണ്ണമായി അടയപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൻ്റെ നടുവിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ആ സാഹചര്യങ്ങളിലും തന്നെ അറിയുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇയ്യോബിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കാരാഗൃഹത്തിനകത്ത് കാവൽ കാത്തുകൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ കാലുകൾ ആമത്തിലിട്ട് പൂട്ടപ്പെട്ട് കിടക്കുന്ന പൗലോസിനും ശീലാസിനും ആ സാഹചര്യത്തിൽ ദൈവം അവരോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചതുപോലെ ഇയ്യോബിനും വിശ്വസിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇരു കൂട്ടർക്കും ഒരുപോലെ ദൈവത്തിങ്കൽ നിന്നുള്ള വിടുതൽ അനുഭവിപ്പാൻ കഴിഞ്ഞു എന്നും നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുകയാണ്. ഒരു പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത്
പുറത്ത് കടക്കുവാൻ കഴിയാത്ത തലത്തിൽ 4 വശവും കൊട്ടിയടയപ്പെട്ടതുപോലെ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലായിരിക്കുന്നു എങ്കിൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ വിടുവിപ്പാൻ കഴിയുന്നൊരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിക്കാൻ നമുക്ക് മുന്നേറാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള കർത്താവേ, പ്രതികൂല സാഹചര്യങ്ങളിൽ ഞങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവം, കാരാഗ്രഹത്തിൽ നിന്നും കാലുകൾ ആമത്തിൽ പൂട്ടപ്പെട്ട പശ്ചാത്തലത്തിൽ ഞങ്ങളെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവം ഞങ്ങളെ വിടുവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആ വിടുതൽ കരം കാണുവാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.